ഹായ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പലരുടെയും നമ്മുടെ ലൈഫിൽ കാണുന്നൊരു ടോപ്പിക്കാണ്. അതായത് വളരെ മുതിർന്ന ആൾക്കാർ, ഒരു അഡൾട്ട്ഹുഡിൽ എത്തി നിൽക്കുന്ന ആൾക്കാർ സ്റ്റിൽ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഒന്നുമില്ലെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കട്ടെ, എൻ്റെ പാർട്ട്ണറോട് ചോദിക്കട്ടെ, ഫ്രണ്ടിനോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ്. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലായ്മ. എപ്പോഴും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ കൂടെ വേണം അല്ലെങ്കിൽ ഇവർ കൂടെ വേണം, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കാണിക്കുന്ന ഒരാൾക്കാരുണ്ട്. നമുക്കൊരു ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആവണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു അഡൾട്ട്ഹുഡിലെ ഒരു അഡൾട്ടിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് പറ്റുന്നില്ല. വളരെ പെട്ടെന്ന് ക്ലിങ്ങി ആയിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ വളരെ ക്ലിങ്ങി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് റീസൺ ആക്ച്വലി സ്റ്റെംസ് ഫ്രം ചൈൽഡ്ഹുഡ്. അതായത് ചൈൽഡ്ഹുഡിൽ ഇപ്പം നമുക്കറിയാം, ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടിയുടെ കൈ കൊണ്ടൊക്കെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പൂണ്, 1.5 വയസ്സ് 2 വയസ്സാകുമ്പോൾ നമ്മൾ സ്പൂണൊക്കെ കൊടുത്ത് കുട്ടിക്ക് കഴിക്കാൻ. അപ്പോൾ കുട്ടി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ കുട്ടിയുടെ കൈ കൊണ്ടാണെങ്കിലും സ്പൂൺ കൊണ്ടാണെങ്കിലും കഴിക്കുമ്പം ആദ്യത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു മെസ്സാക്കും അല്ലേ? ഈ കഴിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഫുഡ് വീഴും, അല്ലെങ്കിൽ ഡ്രസ്സിൽ മൊത്തം ഫുഡ് വീഴും. അപ്പോൾ പാരൻ്റ് എന്താ ചെയ്യുക? സാധാരണഗതിയിൽ നമ്മുടെ പാരൻ്റ് പറയും, നീ ഒറ്റയ്ക്ക് കഴിക്കണ്ട, ഞാൻ വരുത്തുന്നോളാം, അല്ലെങ്കിൽ എല്ലായിടത്തും വൃത്തികേടാകും. ഇൻഡിപെൻഡൻസ് ബ്ലോക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്റ്റൻസ് അവിടെയാണ്. കാരണം കുട്ടി കഴിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ നീനൊക്കെ ഒരു മെസ്സായിട്ട് ഇരിക്കുമെങ്കിലും നമ്മൾ പേഷ്യൻസിലൂടെ കാത്തിരുന്നാൽ ഒരു പക്ഷേ നെക്സ്റ്റ് ടൈം കഴിക്കുമ്പോൾ നെക്സ്റ്റ് ടൈം അങ്ങനെയാവും. പക്ഷെ പയ്യെ അത് ശരിയായി കുട്ടി ക്ലീനായിട്ട് കഴിക്കാനൊക്കെ പഠിക്കും. പക്ഷെ ഇതിന് പകരം നമ്മളെന്താ ചെയ്യുക? നമ്മൾ വേഗം പോയിട്ട് പറയും, നീ കഴിച്ചത് ശരിയാവില്ല, അവിടെയൊക്കെ വൃത്തികേടാവും, ഞാൻ വാരിത്തരാം, അല്ലെങ്കിൽ ഞാൻ വാരി വെച്ച് തരാം. ഇത് ചെയ്യുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് ഞാനിതിന് കേപ്പബിൾ അല്ല അല്ലേ? അവിടെ ഇപ്പോൾ കുട്ടി ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് പടച്ച് കയറാൻ നോക്കാമെന്ന് വയ്ക്കുക. ഒരുപാട് ഹൈറ്റ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ഹൈറ്റുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുട്ടി കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പാരൻ്റ് അയ്യോ കയറല്ലേ, നീ ഇപ്പോൾ വീഴും, കയറല്ലേ. ഇതാണ് നോർമൽ പാരൻസ് ചെയ്യുക. ഈ സാധനം നമ്മളൊന്ന് കൂടെ നിൽക്കുക, വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ, അപ്പോൾ നീക്ക് കയറിക്കോ, ഞാനിത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനിത് ചെയ്യാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഇവിടെ ദർ ഈസ് സമൺ ടു എന്താ പറയുക, സേഫ് ഗാർഡ് മീ. ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. കുട്ടിക്കൊരു ഇൻഡിപെൻഡൻ്റ് ആവാനുള്ളൊരു ചാൻസ് നമ്മൾ കൊടുക്കണം. സിമിലർലി ഇപ്പം നമ്മൾ വേറെ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോൾ കുട്ടിക്ക് ഒരു ഡ്രസ്സ് ഇടണം. അപ്പോൾ സാറ് നമ്മളെന്താ ചെയ്യുക? പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോയി വാർഡ്രോബ് തുറന്ന് നമ്മൾ ഡ്രസ്സ് എടുത്ത് ഇടിക്കും, കുട്ടി ഇറക്കും. അതിന് പകരം ഒരു 2-3 ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതേ കുട്ടിയോട് പറയാം, നിനക്ക് ഇഷ്ടമുള്ളത് നീ സെലക്ട് ചെയ്യുക. കുഞ്ഞു കുട്ടിയുടെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 വയസ്സുള്ള കുട്ടിയോട് പറയാം, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികളെ സെലക്ട് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് അവിടെ എന്താ, എൻ്റെ പ്രിഫറൻസ് മാറ്റർ ചെയ്യുന്നു, ആ ഒരു ഫീലിംഗ് വരും. അവിടെയാണ് കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുന്നത്. ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് വലുതാകുമ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻ്റ് ഇതിലേക്ക് മാറുന്നുണ്ട്. അത് ചില ആൾക്കാരുടെ കേസിൽ അത് കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സും കൂടി ഉണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ വരെ ആയി മാറും. അത് ലൈഫ് ലോങ് നിൽക്കുന്നൊരു കാര്യമാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. വാട്ട് വി ക്യാൻ ഡു ഈസ് യങ്ങർ ഏജിൽ തന്നെ കുട്ടിയെ ചെറിയ കാര്യങ്ങളിൽ അവരുടെ ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കുക. സോ ദാറ്റ് വെൻ ദേ ബിക്കം ഇൻ ദെയർ അഡൾട്ട്ഹുഡ് അവർക്കിതൊരു പ്രശ്നമായിട്ട്, അവരുടെ ഒരു നേച്ചറിൽ ഇതൊരു പ്രശ്നമായിട്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവാതെയൊക്കെ വരാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ വിൽ കം വിത്ത് അനദർ ഇൻഫർമേറ്റീവ് ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.